ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോളേജിൽ വെച്ച് നമ്മുടെ വിശാലിൻ്റെ അച്ഛനെ കുറിച്ച് നമ്മുടെ യമുന വിശാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെ ചതിച്ച് നേടിയതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിശാലിനാണെങ്കിൽ നമ്മുടെ യമുനയോടൊക്കെ ഒരു ദേഷ്യം അസൂയൊക്കെ തോന്നുന്നുണ്ട്. യമുന പറയാണ്, ഇനിയും ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ഇനിയും ഈ ബന്ധത്തിൽ തുടർന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇവിടെ വെച്ച് ഞാൻ ഈ ബന്ധം നിർത്താണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാശിക്ക് നമ്മുടെ വിശാലാണെങ്കിൽ തന്ത്രപൂർവ്വം നമ്മുടെ യമുനയെ ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ യമുന ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് വിശാലെന്ന്. അപ്പോൾ വിശാൽ ചോദിക്കുക, നിനക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ലേ എന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ യമുന ആ ഒരു വാക്കിൽ വീഴാണ്. അങ്ങനെ യമുന വിശാലിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് യമുനയെ ഒരു ട്രാപ്പിൽ പെടുത്താണ് വിശാല്. അതേസമയം യമുന കോളേജ് വിട്ടിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടിൽ അമ്മയും മുത്തശ്ശിയും ചേച്ചിമാരൊക്കെ ഇങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുക. അപ്പോൾ കരയുന്നുണ്ട് അമ്മയൊക്കെ. അപ്പോൾ എൻ്റെ യമുന മോളെ നീ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ കരയാണ്. രാത്രി തന്നെ വിനീതേട്ടനും ഗംഗയും കാവേരിയും കൂടെ ജയബാലൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നമ്മുടെ യമുനയെ അന്വേഷിക്കാണ്. പക്ഷേ വിശാലാണെങ്കിൽ നമ്മുടെ യമുനയെ വേറെ ഒരിടത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ കാവേരിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കാവേരി അവിടെ പോയി രക്ഷപ്പെടുത്താണ്. പിന്നീട് ഒരു ദിവസം നമ്മുടെ അരവിന്ദൻ്റെ സ്വത്തുക്കൾ നമ്മുടെ കാവേരിക്ക് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാവേരിയും നരയനും കൂടി ഒരു കോൺട്രാക്ട് മാരേജ് ചെയ്യാണ്. ഇതിനു ശേഷം ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നിവിനോട് നമ്മുടെ യമുനയെ വിവാഹം കഴിക്കാൻ പറയാണ്. നിവിൻ്റെ വീട്ടുകാർ തന്നെയല്ല ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നോർത്തിട്ട് നമ്മുടെ നിവിന് ആ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്